കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയും നെടുമങ്ങാട് പ്രസ് ക്ലബ്ബും സംയുക്തമായി പ്രാദേശിക മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു. നെടുമങ്ങാട് ഇന്ദ്രപ്രസ്ഥയിൽ വെച്ച് നടന്ന വാർത്ത എന്ന് പേരിട്ട ജേർണലിസം വർക്ക്ഷോപ്പ് PIB അഡീഷണൽ ഡയറക്ടർ പളനിച്ചാമി IAS ഉദ്ഘാടനം ചെയ്തു. Further, how it happened? What was the issue? Who was at fault? What are the reasons it's made an accident? Whether it's a road factor, whether it's a overspeeding, whether it's a bus was bad, whether the climate, because these are the content. The visual will speak only the single dimension or two dimension, but with ethical journalism we speak all dimensions. So that is the only part how the journalists are different from a photographer and videographer. An officer will speak about the cybercrime, all these things, and it's very, very important in a digital world how we are going to save ourselves, our own. Now we say about it. I know a journalist from Tamil Nadu, very renowned journalist, right? Girl, newsreader for 15 years experience. Her husband was under digital arrest. So frantically she called me. I told her, I guided her also. It happened only 6 months back. But luckily, in Coimbatore, we had the similar program. It was a Vartalap where one of the sessions was on cybercrime. And that officer was explaining how it is happening, how we have to be vigilant. I'll tell you my own experience. Some time back, I also received a complaint saying that no, your parcel is it's lying. It has come back from Singapore, and so we have to scrutinize all these things. It came maybe around 2-3 years back. PIB ഡയറക്ടർ ആതിര തമ്പി, നെടുമങ്ങാട് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് നാജി വിജയ്, സെക്രട്ടറി തൈനൂർ B അശോക് എന്നിവർ പങ്കെടുത്തു. എൻ്റെ പേര് ഡോക്ടർ ആതിര തമ്പി. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ട്രിവാൻഡ്രം ഓഫീസിലെ ഡെപ്യൂട്ടി ഡയറക്ടറാണ്. ഇന്ന് നമ്മൾ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നെടുമങ്ങാട് പ്രസ് ക്ലബ്ബുമായി സഹകരിച്ച് നടത്തുന്ന ഒരു പ്രാദേശിക വാർത്താ ശില്പശാലയാണ് വാർത്ത. ഇന്നത്തെ ശില്പശാലയിൽ നമ്മൾ പ്രാദേശിക ലേഖകർക്ക്, ജേർണലിസ്റ്റുകൾക്ക് പ്രധാനപ്പെട്ട 2 വിഷയങ്ങളിലാണ് ക്ലാസ്സുകൾ ഒരുക്കിയിട്ടുള്ളത്. ആദ്യത്തേത് ഡിജിറ്റൽ അറസ്റ്റ് പോലുള്ള സൈബർ ക്രൈംസിന് എങ്ങനെ തടയിടാം, അതിനെക്കുറിച്ച് കൂടുതൽ വിജ്ഞാനം എങ്ങനെ നേടാം, എങ്ങനെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാം എന്നതിനെക്കുറിച്ചായിരിക്കും ആദ്യത്തെ സെഷൻ. രണ്ടാമത്തെ സെഷൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഏറ്റവും സുപ്രധാനമായ നിയമമായിട്ടുള്ള വികസിത് ഭാരത് G-RAM-G നിയമത്തെക്കുറിച്ചുള്ള അറിവുകളായിരിക്കും ഡിസ്കസ് ചെയ്യുക. ഇങ്ങനെ 2 സെഷനുകളാണ് നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളത്. മാധ്യമപ്രവർത്തകർക്കും മാധ്യമ വിദ്യാർത്ഥികൾക്കുമായി നടന്ന ശില്പശാലയിൽ 2 പ്രധാന സെഷനുകളാണ് ഉണ്ടായിരുന്നത്. സൈബർ കുറ്റകൃത്യങ്ങളും ഡിജിറ്റൽ സുരക്ഷയും എന്ന വിഷയത്തിൽ തിരുവനന്തപുരം സൈബർ ക്രൈം അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സിബി പോൾ ക്ലാസുകൾ നയിച്ചു. ഇമേജിന്റെ സത്യമായിട്ടുള്ള കാര്യം എന്താണെന്നുള്ളത് ഗൂഗിൾ പറഞ്ഞുതരും. ഗൂഗിളുമായിട്ട് ബന്ധപ്പെട്ട് അതല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ OS ടൂളുകളുണ്ട്. ഈ ടൂളുകൾ പക്ഷേ ഇവരെ കൊണ്ട് അത് പക്ഷെ മാധ്യമ സ്ഥാപനങ്ങൾ അത് പലരും ഉപയോഗിക്കുന്നതായിട്ട് എനിക്കറിയാം. മാധ്യമ സ്ഥാപനങ്ങളിൽ ഈ സംഭവമുണ്ട്. കാര്യം ഇതെല്ലാം ഭയങ്കരമായിട്ടുള്ള എമൗണ്ട് കൊടുത്ത് വാങ്ങിക്കണമാണ് ഈ ടൂളുകളെല്ലാം. ആ ടൂളുകളിനകത്ത് അവർ പലതും ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഫാക്ട് ചെക്കായിട്ട് മാതൃഭൂമിയിലും മനോരമയിലും ഒക്കെ വരുന്നുണ്ട്. അത് അവർ ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫാക്ട് ചെക്കിനുള്ള ചെറിയ ചെറിയ ടൂളുകൾ കിട്ടും. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രാദേശികമായിട്ടുള്ള കാരണങ്ങളാണെങ്കിൽ, പ്രാദേശികമായ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് പ്രാദേശിക ലേഖകന്മാർക്ക് ഉണ്ടായിരിക്കേണ്ടത് ഏറ്റവും വലിയൊരു ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ്വർക്കാണ്. അപ്പോൾ ശരിക്കും എനിക്കറിയാം, കാരണം നമ്മളെ ഇന്റലിജൻസിലുള്ള സുഹൃത്തുക്കൾക്കും ഒരു ഇന്റലിജൻസിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ടെന്നുണ്ടെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥന് അവിടുത്തെ ആ ഏരിയയിലുള്ള എല്ലാ പ്രാദേശിക ലേഖകന്മാരുടെയും നമ്പർ കാണും. അവർ തമ്മിൽ അവർ ആ ചെക്ക് ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ മാനുവലായിട്ട് തന്നെ ഈ ഫാക്ട് പ്രാദേശിക ഘട്ടത്തിലാണെന്നുണ്ടെങ്കിൽ മാനുവലായിട്ട് തന്നെ അത് വെരിഫൈ ചെയ്യണം. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മളിപ്പോൾ ഒരു ടൂള് ഇപ്പോൾ ഡീപ് ഫേക്ക് പോലെയുള്ള സാധനങ്ങൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതേപോലെ നമുക്ക് നമ്മുടെ I4C പോർട്ടലിൽ റിപ്പോർട്ട് ചെയ്യാനും പറ്റും. റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയല്ല എന്നുണ്ടെങ്കിൽ അവരത് നീക്കം ചെയ്യും. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികളാണ്, അവർക്ക് പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റ് ആണെന്ന് തോന്നുന്നു. ഇപ്പം പുതിയ ജേർണലിസത്തിനകത്തൊക്കെ ഈ ഡീഫേക്കിന്റെ പരിപാടി വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഡീഫേക്ക് ഉണ്ടാക്കുക എന്ന് പറയുന്നത് കൂടുതൽ AI ടെക്നോളജിയാണ്. AI ടെക്നോളജി
നല്ലതാണ് എന്ന് പറയുന്നെങ്കിൽ തന്നെയും അതിൻ്റെ സൃഷ്ടാക്കൾ തന്നെ അതിനെ ഇപ്പോൾ തള്ളിപ്പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് എത്ര കാലം മുമ്പോട്ട് പോകും എന്നുള്ളത് മനുഷ്യന്റെ നിലനിൽപ്പും യന്ത്രത്തിന്റെ നിലനിൽപ്പാണോ വലുത് എന്നുള്ളതിലേക്കുള്ള അതൊരു വലിയൊരു സബ്ജക്റ്റാണ്. കുഞ്ഞു ഇതിൽ പറയണ്ട. പിന്നെ അവരെ കൊണ്ട് സംബന്ധിക്കുന്നത് അവർ വ്യാജ വാർത്തകൾ, അത് ഒന്ന് പറയാം, അതൊരു സ്കില്ലാണ് അല്ലേ? മുതിർന്ന മാധ്യമ പ്രവർത്തകർക്കറിയാം. വാർത്ത കാണുമ്പോൾ അവർക്കറിയാം അത് വ്യാജമാണോ അല്ലയോ. പിന്നെ രണ്ടാമത് ക്രോസ് ചെക്ക് ചെയ്യുക. പ്രാദേശികമായി നിൽക്കുന്ന ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ നമുക്ക് കിട്ടുന്ന വാർത്തകൾ ഫാക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതിന് പ്രാദേശിക വാട്സപ്പ് ഗ്രൂപ്പുകൾ, പ്രാദേശിക പിന്നെ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലൊക്കെ ഈ സാധനങ്ങൾ എന്തായാലും വരും, നമുക്കൊരു വാർത്ത കിട്ടിയാണ്. പിന്നെ ചെറിയ ചെറിയ സ്കൂപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഡ്രഗ് പെഡലിങ് അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ കൂടുതലും നമ്മൾ പറഞ്ഞ ഈ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുമായിട്ടും കൂടെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. തുടർന്ന് നടന്ന സെഷനിൽ മൻ കി ബാത്ത് പരിഭാഷകനായ പള്ളിപ്പുറം ജയകുമാർ വികസിത് ഭാരത് ജി റാംജി ആക്ടിവിനെ കുറിച്ചും ക്ലാസ് എടുത്തു. ഈ ആക്ടിനെ കുറിച്ച് പ്രാദേശിക മാധ്യമ സുഹൃത്തുക്കൾ അതുപോലെ ജേർണലിസം വിദ്യാർത്ഥികൾ തീർച്ചയായും വളരെ വിശദമായി പഠിച്ചിട്ടുണ്ടാവും. കാരണം നമുക്കറിയാം, നമ്മുടെ ഗ്രാമീണ മേഖലയെ ഏറ്റവും കൂടുതൽ നേരിട്ട് ബാധിക്കുന്ന ഒരു പദ്ധതിയാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത്. അതൊരു പുതിയ ഒരു പദ്ധതിയല്ല, ഒരു പുതിയ ഒരു സംരംഭമല്ല. വർഷങ്ങൾ കൊണ്ട് നമ്മുടെ നാട്ടിൽ നാം നേരിട്ട് കാണുകയും അനുഭവിച്ചറിയുകയും ചെയ്ത പദ്ധതിയെക്കുറിച്ചുള്ള ചില ഓർമ്മപ്പെടുത്തലുകളാണ് ഇതിലൂടെ ചെയ്യുന്നത്. എന്താണ് വികസിത് ഭാരത് 2047? നമുക്കറിയാം, നമുക്കാർക്കും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാനോ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കാനോ കഴിഞ്ഞവരല്ല. പക്ഷേ നമ്മൾ ഒരു കൂട്ടം ആളുകൾ സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വർഷത്തിൽ ജീവിച്ചിരിക്കുന്നു. നമ്മുടെ മുന്നിലിരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാവരും 22 വർഷം കഴിയുമ്പോൾ 2047 ഭാരതം സ്വാതന്ത്ര്യത്തിന്റെ 100-ാം വർഷം ആഘോഷിക്കുമ്പോൾ അക്കാലത്തും അവർ ജീവിച്ചിരിക്കുന്നു. ഈ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും 1-ാം സ്ഥാനത്തെത്തുന്ന ഒരു രാജ്യത്ത് ഈ 75-ാം വർഷത്തിലും 100-ാം വർഷത്തിലും അവർക്ക് ജീവിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമാണ്. വിസ്മയ ന്യൂസ്, നെടുമങ്ങാട്.